ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ് എവരിബഡി. ഇന്ന് ഗുഡ് ഈവനിങ് ആണ്, ഗുഡ് മോർണിംഗ് അല്ല. കാരണം ഇന്ന് ഞാൻ വീഡിയോ രാവിലെ ഒന്നും പിടിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും കണ്ടില്ല. പ്രത്യേകിച്ച് മഴ മൂടിക്കിടക്കുവാണ്. അപ്പം എനിക്ക് ഒത്തിരി തുണി ഒരാഴ്ചയായി മഴയായതുകൊണ്ട് അലക്കിയാൽ വിരിച്ചിട്ടാൽ ശരിക്കും ഉണങ്ങത്തില്ല, തുണിക്ക് മണം വരത്തില്ലേ. കംഫർട്ടൊക്കെ ഇട്ടാൽ അത് ചെയ്യുമ്പോൾ ഒരു മണമുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പം അത് കാരണം ഞാൻ അലക്കിയില്ല. ഒരാഴ്ചയായിട്ട് ഈ പിള്ളേരെപ്പോഴും സ്കൂളിലും ജോലിക്കും ഒക്കെ പോകുന്നു, ഞങ്ങൾ വീട്ടിലിരുന്ന് മാറുന്നു, ഇഷ്ടം പോലെ ഇല്ല ഒരാഴ്ചത്തെ. അപ്പോൾ ഇന്ന് ഞാൻ ശനിയാഴ്ച ആരണ് ക്ലാസ് ഇല്ല. ആരണ് ഇന്നലെയും കൊണ്ട് വെക്കേഷൻ ക്ലാസ് തീർന്നു. ഇനി ജൂൺ 3 തുടങ്ങത്തുള്ളൂ +2-ൻ്റെ. അപ്പോൾ ആരണ് ഇന്ന് ശനിയാഴ്ച അവധി, അല്ലെങ്കിലും ശനിയാഴ്ച ദിവസം അവധിയാണ്. അപ്പോൾ ആരൻ 10 മണിക്ക് എഴുന്നേറ്റ്, ഞാൻ 7 മണിക്ക് എഴുന്നേറ്റ്. 5-ന് ഉണന്നു, ചുമ്മാ ഇങ്ങനെ മയങ്ങി ഒക്കെ കിടന്നു, ഫോണും ഒക്കെ നോക്കി കിടന്നു. 7 മണിക്ക് എഴുന്നേറ്റു. കാരണം 8 മണിയാകുമ്പോൾ ഒരു ചേട്ടൻ വന്ന് നമ്മളുടെ വാട്ടർ ടാങ്ക് ഞങ്ങൾ എപ്പോഴും ഒരു 6 മാസം എന്തായാലും 6 മാസം കൂടുമ്പോൾ കഴിവും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഇവിടെ പ്യൂരിഫയർ കിണറ്റിൽ നിന്നുള്ള വെള്ളം ശുദ്ധീകരിച്ച് നമ്മുടെ വാട്ടർ ടാങ്കിൽ കയറാനുള്ള പ്യൂരിഫയർ ഞാൻ കാണിച്ചിട്ടില്ലേ, അതൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ പോലും ഞങ്ങൾക്കൊരു കാരണം ഈ പിള്ളേർ, ഞാൻ ഈ തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത്, ആരൻ നൈമോദകം വെള്ളം തിളപ്പിച്ച് കൊടുത്തുകൂടെ ആരൻ അതുപോലെ തിരിച്ചു കൊണ്ടുവരും, അല്ലെങ്കിൽ സ്കൂളിൽ കളഞ്ഞിട്ട് വരും. അങ്ങനത്തെ ഒരു ഇവർ ഡയറക്റ്റ് പൈപ്പിൽ നിന്ന് അങ്ങ് പിടിച്ചു കുടിക്കുക. അപ്പോൾ മഴക്കാലമല്ലേ, പേടിയാണ്. അത് കാരണം ഞാൻ ഇന്നലെ നമ്മളുടെ വീട്ടിൽ ഒരാഴ്ചയായിട്ട് ഒരു കോൺക്രീറ്റിൻ്റെ പണിയുണ്ടായിരുന്നു. അപ്പം എപ്പോഴും പണിയാണ്. പണ്ടത്തെ വീടല്ലേ, ഏത് സമയം ഇങ്ങനെ കാശ് മുടക്കി മടുക്കുക. എന്നിട്ട് യേശുപ്പച്ചനോട് ഞാൻ പറഞ്ഞു വെക്കുന്നത്, ഇന്ന് പൊളിച്ചു പണിയാൻ കാശ് തരണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കുക. ഇഷ്ടമുള്ളപ്പോൾ തരട്ടല്ലേ, വീടില്ലാത്ത എത്രയോ പേരുണ്ട്. നമുക്ക് ഈ ചോർച്ചയും ഇതുമൊക്കെ അല്ലേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നും ഇല്ലോ. ഒത്തിരി പഴയതായത് പേടിയാണ്, ഇതെല്ലാം കൂടെ പൊളിഞ്ഞ് തലയിലോട്ട് വീഴുമെന്ന്. അങ്ങനെയൊന്നും ചെയ്യത്തില്ല യേശുപ്പച്ചൻ അല്ലേ. എനിവേ, അപ്പം ആരൻ 10-ന് എഴുന്നേറ്റ്, ഞാൻ 7 ആയപ്പോൾ എഴുന്നേറ്റ്. ഈ ചേട്ടൻ ടാങ്ക് കഴുകാൻ വരുമല്ലോ, അതിന് വേണ്ടി. അപ്പം 7 ആയപ്പോൾ എഴുന്നേറ്റു. ഞാൻ ദോശയും സാമ്പാറൊക്കെ ചൂടാക്കി, ദോശയൊക്കെ ചുട്ട് കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് ഓടിച്ച് പ്രാർത്ഥിച്ച്, ആദ്യമേ എഴുന്നേൽക്കുമ്പോഴേ പ്രാർത്ഥിക്കുമല്ലോ. എല്ലാം കഴിഞ്ഞ് ഞാൻ കഴിക്കുകയും ചെയ്ത് റെഡി ആയിരിക്കുക. അപ്പം ആ ചേട്ടൻ വന്നു. പിന്നെ അത് ടാങ്കൊക്കെ കഴുകി 2 മണിക്കൂർ കൊണ്ട് ആ പരിപാടി, 1 മണിക്കൂർ കൊണ്ട് ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ചേട്ടൻ പോയി. ശരി, 9 മണി ആയപ്പോൾ ആശാർ ഇറങ്ങിയപ്പോഴത്തേക്ക് ചേട്ടൻ പോയി, 1 മണിക്കൂർ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ നോക്കിയിട്ട് ഞാൻ പാചകമൊന്നും ചെയ്യണ്ടായിരുന്നു. കാരണം പുല്ലൻ അരച്ചു പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, മോരുകറി ഉണ്ടായിരുന്നു. മോരുകറി നാളെയും കൊണ്ടെങ്കിലും തീർക്കണം. ഒരാഴ്ചയായി ഫ്രിഡ്ജിൽ ഇങ്ങനെ ഇരുന്നോളുമല്ലോ, ഒരു കുഴപ്പമില്ല. പിന്നെ ഇച്ചിരി സാമ്പാറുണ്ട്, അച്ചാറൊക്കെ ഉണ്ട്, വേണേ ഒരു മുട്ട പൊരിക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ച് ഇരുന്നു. കാരണം പിന്നെ സാമ്പാറുള്ളതുകൊണ്ട് വേറെ തോരനും മെഴുക്കോട്ടിയും ഒന്നും വെച്ചാൽ ഈ പിള്ളേരും കൂട്ടത്തില്ല. ആരന്നെ മീൻ വറുത്തോ മോരും ഉണ്ട് മതി. അപ്പം ഞാൻ ഓർത്ത്, വെറുതെ എന്തെങ്കിലും പാചകം ഫോർമാലിറ്റിക്ക് ചെയ്ത് നമ്മുടെ സാധനം ഫ്രിഡ്ജിൽ കയറ്റി തണുപ്പിച്ച് ഈ മഴക്കാലത്ത് നമ്മൾ കഴിക്കുന്നു, അപ്പം ഉണ്ടാക്കി കഴിച്ചാൽ പോരെ. പിന്നെ സാമ്പാർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, സാമ്പാറും 2 ദിവസം 3 ദിവസത്തിൽ കൂടുതൽ എനിക്ക് ഇരിക്കത്തില്ല, ഇച്ചിരിയേ വെക്കത്തുള്ളൂ. അമ്മ കഴിഞ്ഞ ഞായറാഴ്ച കൊടുത്തു വിട്ടില്ലേ ഒറ്റ ബോട്ടിൽ സാമ്പാർ. അയ്യോ, ആരൻ്റെ പാത്രം കൊടുത്തു വിടാൻ മറന്നുപോയി. അപ്പോൾ സാമ്പാർ തന്നു വിട്ടത് കാരണം എനിക്ക് എൻ്റെ സാമ്പാർ കൂടെ ആയപ്പോൾ എനിക്ക് നാളെയും കൂടെ കൂട്ടാനുള്ള സാമ്പാറുണ്ട്. അപ്പോൾ ഞാൻ പാചകം ഇന്ന് ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ചു. പിന്നെ ഒരാഴ്ചത്തെ തുണി അലക്കാനുണ്ടായിരുന്നു, മഴയായതുകൊണ്ട് അലക്കുന്നേ ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും അത് മൊത്തം അലക്കി അങ്ങ് കാർ ഷെഡിലും ചാർത്തിലും ഒക്കെ അയയുണ്ട്, അവിടെയൊക്കെ അങ്ങ് വിരിക്കാമെന്ന് വിചാരിച്ച് ആരൻ എഴുന്നേറ്റപ്പോൾ ആരനും ഞാനും കൂടെ അതെല്ലാം ആരനെ കഴിപ്പിച്ചിട്ട് ഞങ്ങളതെല്ലാം വിരിച്ച് റെഡിയാക്കി. അപ്പോൾ അതൊക്കെ എന്നാ കാണിക്കാൻ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എപ്പോഴും ഞാൻ ഈ മുറ്റത്തിറങ്ങി തൂരും വാരും തൊടെ, പിന്നെ പെരക്കകത്തും എല്ലാം തൂരും വാരും തൊടെ, അടുക്കിപ്പുറക്കും കൃഷിപ്പണിയൊക്കെ അല്ലേ. പിന്നെ എപ്പോഴും എന്നെ അതൊക്കെ തന്നെ കാണിക്കാനാന്നോർത്ത് ഞാൻ ഒന്നും ഇന്ന് വീഡിയോ എടുത്തില്ല. പിന്നെ ഇന്നലെ അതുകൊണ്ടാണ് ഇന്ന് പകല് വീഡിയോ എടുക്കാൻ. പാചകമില്ല, വേറെ കാര്യങ്ങളൊന്നുമില്ല, വാചകമില്ല, ഒന്നുമില്ലായിരുന്നു, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എങ്ങും പോയി. അപ്പോൾ ഇപ്പം ഞാൻ ഓർത്തു, എന്തെങ്കിലും ഒന്ന് ഇട്ടില്ലേ, എങ്ങനെ, അത് പറ്റത്തില്ല എല്ലാ ദിവസവും. അപ്പോൾ ഇന്നലത്തെ കുറേ എടുത്ത വീഡിയോസിൻ്റെ എല്ലാം ഞാൻ കട്ട് ചെയ്ത് ഷോർട്സ് ആയിട്ട്
കുറേ വീഡിയോ ഇട്ടായിരുന്നു. നല്ല നല്ല ആൾക്കാരെല്ലാം നല്ലതായിട്ട് കണ്ടു കേട്ടോ. വല വീശുന്നതും മീൻ പിടിക്കുന്നതും അങ്ങനത്തെ കുറേയൊക്കെ ഇട്ട് കേട്ടോ. ഒത്തിരി പേര് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. അപ്പം പിന്നെ കാണാത്തവരൊക്കെ കാണണം, നല്ല രസമല്ലേ. ആരാണ് അത് ഫുള്ളായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ എഡിറ്റ് ചെയ്ത് ഷോർട്ടാക്കി എല്ലാം ഷോർട്സ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണണം. പിന്നെ നമ്മളൊരു കഷായം, കോഴിക്ക് പനി വരാതിരിക്കാൻ വേണ്ടി കഷായം മാസത്തിൽ 2 പ്രാവശ്യം 15 ദിവസം കൂടുമ്പോൾ നമ്മൾ കൊടുക്കണം. ഒരു ദിവസം 3 നേരം, ഒറ്റ ദിവസം കൊടുത്താൽ മതി. അത് 15 ദിവസം കൂടുമ്പോൾ കൊടുക്കണം. അതിനുള്ള കഷായം ഞാൻ ഉണ്ടാക്കി ഇന്നലെ. അപ്പോൾ ആ കഷായം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കാണണം, അത് കണ്ടു പഠിക്കണം. കോഴിയെ വളർത്തുന്നവർ അത് കൊടുക്കണം. നൂറ ചോദിച്ചാൽ എങ്ങനെയാണ് കഷായം ഉണ്ടാക്കുന്നതല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേ നൂറ അതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ ഉമ്മായോട് പറയണം, അല്ലേ നൂറ ഉണ്ടാക്കി കൊടുക്കണം. അപ്പം നല്ല കേട്ടോ, കോഴിയെ വളർത്തുന്ന എല്ലാവരും അങ്ങനെ ചെയ്യണം. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പം ഇന്ന് രാവിലെ ദോശയും സാമ്പാറുമായിരുന്നു. ഉച്ചയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടിയൊക്കെ കഴിച്ചു. പിന്നെ വൈകുന്നേരം കട്ടങ്കാപ്പ് കുടിച്ചുള്ളൂ, ഒന്നും കഴിച്ചില്ല. അപ്പം ഞാൻ ഓർത്തു ഇന്നലെയും നല്ല തിരക്കായതുകൊണ്ട് ഉണക്കവപ്പ് വേവിച്ചില്ല. മഴ തുടങ്ങിയിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം ഉണക്കവപ്പ് അന്നന്ന് വേവിച്ച് കഴിക്കുമായിരുന്നു. ഞാനും ആരണം വൈകിട്ട് അതായിരുന്നു കഴിക്കുന്നത്. പക്ഷേ ഇന്നലെയും വേവിച്ചില്ല, ഭയങ്കര തിരക്കായിരുന്നു. പുല്ലനൊക്കെ നല്ലതായിരുന്നു കേട്ടോ. പുല്ലൻ വെട്ടും എല്ലാം കൂടെ ആയിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. കൈയുടെ ഇടപാട് തീർന്നു. ജയ ചോദിച്ച് പൊളിക്കാൻ മേലേന്ന്, പുല്ലൻ പൊളിക്കണമെന്ന്. ഞങ്ങൾ പണ്ട് തൊട്ടേ പൊളിക്കാറില്ല. കല്ലേലിട്ട് നല്ലതായിട്ട് അലക്കലിൻ്റെ സൈഡിൽ ഇങ്ങനെ റഫായിട്ടുള്ള ഭാഗത്ത് ഞങ്ങൾ നല്ലതായിട്ടിട്ട് ഉരച്ച് വെളുപ്പിക്കും. നല്ല വെളി പോലെ ഇരുന്ന്. എന്നിട്ട് ഒരു 25 പ്രാവശ്യം ആരനോട് ഞാൻ പറഞ്ഞു എണ്ണിക്കോന്ന് പറഞ്ഞു. എൻ്റെ അമ്മായിമ്മ എപ്പോഴും പറയും ജോമ ഇറച്ചി മീനും കഴിയുന്നത് ഭയങ്കര വൃത്തിയാണ്. ഞാൻ നല്ല വെള്ളി പോലെ ആക്കും. അത് വെട്ടുന്നതും കഴുകുന്നതും എല്ലാം നീറ്റായിട്ടാണ്. അല്ലെങ്കിൽ ഇച്ചിരി വൃത്തി കൂടുതലുള്ള ആളാണ്. അപ്പം എന്നെ തന്നെ ഞാൻ പൊക്കി പറയുക. വേറെ ആരും പൊക്കിയില്ല, നമ്മൾ പൊക്കണ്ടേ. മട്ട് കേസാ. അപ്പം എന്നിട്ടേക്ക് അപ്പോൾ മീനൊക്കെ പുല്ലൻ ഞാൻ പൊളിച്ചില്ല, ഞാൻ നല്ല ഉരച്ചെടുക്കുമായിരുന്നു. വറുത്തു. എനിക്കാണെങ്കിൽ ഇന്നലെ ഒരു പ്രാവശ്യം കൂട്ടിയപ്പോഴേ എനിക്ക് അനുസരിച്ചില്ല. എനിക്ക് ഈ നോൺ വെജ് ഇപ്പം ഞാൻ പറഞ്ഞു കുറേ നാളായിട്ട് എനിക്കൊരു ശകലം കഴിക്കുമ്പോഴേ എനിക്ക് തിക്കുമുട്ടല്ല. പിന്നെ തൈര് കുടിക്കണം, മോര് കുടിക്കണം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കണം, ആകെ ബഹളമായി. മോദകം വെള്ളം കുടിക്കണം, അങ്ങനെയാണ്. പിന്നെ എന്തായാലും ആരണ് ഭയങ്കര ഇഷ്ടമാണ് അരച്ചു പുരട്ടി എല്ലാം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കുരുമുളകും പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി എല്ലാം നല്ലതായിട്ട് അരച്ച് പരട്ടി വെച്ച് നാരങ്ങാനീര്, പുല്ലൻ്റെ മുള്ളില്ലേ, മുള്ള് പിന്നെ നമുക്ക് ഇങ്ങനെ എഴുന്നെഴുന്ന് വരുന്ന നമ്മുടെ തൊണ്ടയിൽ പോകാതിരിക്കാൻ നാരങ്ങാനീര് നല്ലതായിട്ട് ഈ അരപ്പിനകത്ത് ചേർത്ത് അരച്ച് പുരട്ടി മാരിനേറ്റ് ചെയ്ത് കുറേ 1 മണിക്കൂർ കൂടുതൽ വെച്ചിട്ട് നമ്മൾ പിന്നെ വറക്കുമ്പോൾ ഇല്ലേ കരികരാന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോവുകയല്ല, നല്ല മൊരിഞ്ഞെടുത്ത് കഴിയുമ്പോൾ എല്ലാം മുള്ളങ്ങ് ചവച്ച് പൊക്കോളും. അങ്ങനെ ഞങ്ങൾ ഇന്നലെ കഴിച്ച്. ഇന്നലെ വറുത്തപ്പോഴേ വൈകിട്ട് ഞാൻ 3 കഷ്ണം കൂട്ടി കേട്ടോ. ആ ചൂടോടെ ആ ഒരു ഇതിന് ആരൻ വറുത്ത് തന്നു. വെട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മടുപ്പായി. ആരൻ വറുത്ത് തന്നു. അന്നേരം കഴിച്ചു. പിന്നെ അയ്യോ ഇന്നൊന്നും ആ ഭാഗത്തോട്ട് അങ്ങനെയാണ്. ഇപ്പം പണ്ടൊക്കെ അങ്ങനെയല്ല, അയ്യോ എന്തു മീനും ഇറച്ചിയും തിന്നുമെന്നും അറിയാവോ, അങ്ങനെയായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പം ഭയങ്കര മടുപ്പാണ്. അപ്പം അങ്ങനെ എന്നിട്ടേക്ക് ഞാൻ അയർക്കുന്നത്തെ കാര്യം പറഞ്ഞില്ലേ, അവിടെ ഇന്ന് പിന്നെ മീൻ കൊണ്ട് ഇറക്കിയായിരുന്നു കേട്ടോ. 3 മണി ആയപ്പോഴത്തേക്കിന് 3:30 ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് മെസ്സേജ് അയച്ചു, മീൻ അവരിപ്പോൾ അരമണിക്കൂറിനുള്ളിൽ, യാത്രയില്ല, അരമണിക്കൂറിനുള്ളിൽ വരും, മേടിക്കുന്നെങ്കിൽ പോയി വാങ്ങിക്കാം. ഞാൻ പറഞ്ഞു ഇന്നലെ അവിടം വരെ പോയിട്ട് മീൻ കിട്ടിയില്ല, ഇപ്പം ഇന്ന് ഇനിയും വണ്ടിക്കൂലി മുടക്കി പോകണ്ടേ, ഇത്രയും മീനും ഇരിപ്പുണ്ടല്ലോ. നാളെ റോഗു ഗ്രില്ല് ചെയ്യാനായിട്ട് അഷറും ആരണം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരാഴ്ചത്തേക്ക് മീൻ വേണ്ട. ഞാൻ ഇനിയിപ്പോൾ എല്ലാം കൂട്ടത്തും ഇല്ല, ആരൻ തന്നെ കൂട്ടുന്നുള്ളൂ. അഷർ ഓഫീസിൽ നിന്നല്ലേ 4 നേരം അവർക്ക് അവിടുന്ന് ഭക്ഷണമുണ്ട്. അപ്പോൾ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്റ്റാഫിനെല്ലാം ഭക്ഷണം കൊടുക്കും കേട്ടോ 4 നേരം. അപ്പോൾ പിന്നെ രാവിലെ 8 തൊട്ട് വൈകിട്ട് 9:30 വരെ അവർക്ക് വർക്കല്ലേ. ആഷറിന് 9:30 തൊട്ട് അക്കൗണ്ട്സിലായിരുന്നു 9:30 തൊട്ട് 8 വരെ. പക്ഷെ ആഷർ വരുമ്പം 11:30, 12, 12:30 ഇതാ എല്ലാവരുടെയും ജോലിയും കൂടെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനത്തെ ഒരു സഹായി ഞാനും അങ്ങനെ. എന്നിട്ടേക്ക് അതൊക്കെ പോട്ടെ. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ ഇന്നലെ തൊട്ടിങ്ങനെ തികട്ടി വരുക ഇതെല്ലാം കൂടെ കണ്ടിട്ടും വെട്ടിയും പെറുക്കി. അപ്പം ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച
പോകാം. അപ്പോഴത്തേക്ക് ഇന്ന് കരിമീൻ, നല്ല ചെമ്മീൻ ഭയങ്കര വിലക്കുറവിലാണ് കൊടുക്കുന്നത്. ഒരു ഐസും ഇട്ടിട്ടില്ല. കരിമീൻ, ചെമ്മീൻ, കുറേ അതും മീനുകൾ കേട്ടോ, കിളിമീൻ, വേറെ ഒത്തിരി മീനുകൾ. എനിക്ക് ഫോട്ടോ ഇട്ട് തന്നു ഹസ്ബൻഡ്. അപ്പോൾ അതെല്ലാം പോട്ടെ. അപ്പോൾ ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് വീഡിയോ ഒന്നും ഇടാനില്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മളുടെ അകത്തെ അടുക്കളയാണ്. വർക്ക് ഏരിയ ഞാനിപ്പോൾ സന്ധ്യ ആയതുകൊണ്ട് അതെല്ലാം ലോക്ക് ചെയ്ത് ഇങ്ങനെ കയറി ഇങ്ങോട്ട് നിന്ന് ഒരു കാര്യം ചെയ്യാൻ പോയെന്നറിയാം. ആരൻ യൂത്ത് മീറ്റിങ്ങിന് പോയിരിക്കുക. 6:30 തൊട്ട് 8 വരെ എല്ലാ ശനിയാഴ്ച. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ആശർ വരുമ്പോഴും രാത്രിയാവും, ആരൻ വരുമ്പോൾ ഇനി 8:30 ആവും. ആരൻ എൻ്റെ വീട്ടിലും കൂടെ ഒന്ന് കയറിയിട്ടേ വരത്തുള്ളൂ. അപ്പം സാധാരണ ഞാൻ ഇവരാരും ഇല്ലാത്തപ്പോൾ എന്നെ മുറിയിൽ കയറി എല്ലാ പണിയും കഴിഞ്ഞ് മുറിയിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ അങ്ങ് ഇരിക്കുക, അത് കഴിഞ്ഞ് കിടക്കുകയെ, ആ മുറിയിൽ നിന്ന് ഇറങ്ങത്തില്ല, പേടിയ. പക്ഷെ ഇന്നിപ്പോൾ ഒരു കാര്യമുണ്ട്, അതിൻ്റെ കൂടെ നിൽക്കുക. ഇതെല്ലാം അടച്ചു കൂട്ടിയല്ലോ, അടുക്കളയിലല്ലേ, കുഴപ്പമില്ല. അമ്മാവിന് പേടിയാണ്. ഇന്നല്ലേ ഇങ്ങനെ പേടി. എന്നിട്ട് കേൾക്കും. പിന്നെ അപ്പം ആരൻ വരാൻ താമസിക്കും, ആശ്വരം വരാൻ താമസിക്കും. അപ്പം എനിക്ക് ഇനി എല്ലാ പരിപാടിയും തീർന്നു. വൈകിട്ടത്തേക്ക് ഒരു കാര്യം ഉണ്ടാക്കിയാൽ മതി. വൈകിട്ട് ഇച്ചിരി സാമ്പാർ ഇരിപ്പുണ്ട്, പിന്നെ ശക്കലം ചോറ് ഇന്നലെ വെച്ചത് മിച്ചം ഉണ്ടായിരുന്നു. വൈകിട്ട് ആരും കഴിച്ചില്ല. വൈകിട്ട് ദോശ ഇട്ട് കഴിക്കുമായിരുന്നു. അപ്പോൾ ആ ചോറുണ്ട്. വേണമെങ്കിൽ ആരൻ്റെ ചോറ് മതി എന്ന് പറയാണ്, അത് കൊടുക്കാം. അപ്പം എനിക്ക് വൈകിട്ട് ഇപ്പോൾ ചോറ് ഇഷ്ടമില്ല. ഒന്നേ ഓട്സ് അല്ലെങ്കിൽ വേറെ ഗോതമ്പിൻ്റെ എന്തെങ്കിലും അല്ലേ ഉണക്കപ്പം, അതാ ഇപ്പോൾ ഇഷ്ടമേ. അന്നേരം ഞാൻ എന്നെ ചെയ്തു, എന്നാ ആരൻ വരുമ്പോഴത്തേക്ക് ഞാൻ ഈ സാധനം ഉണ്ടാക്കി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ, അല്ല കുഴച്ച് വെക്കുന്നേ ഉള്ളൂ. ആരൻ വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അത് ഉണ്ടാക്കി കഴിക്കുന്നുള്ളൂ. പിന്നെ ഉണ്ടാക്കുമ്പോൾ ഇനി നിങ്ങളെ കാണിക്കണം അല്ലേ? കാണിക്കാം. അപ്പോൾ ഞാൻ എന്നെ ചെയ്തു, പിന്നെ ഇതങ്ങ് റെഡിയാക്കി വെച്ചേച്ച് അകത്തോട്ട് വന്നിട്ട് പ്രാർത്ഥിച്ച് ഞാൻ അവിടെ മുറിയിലിരിക്കും. ആരൻ വരുമ്പം വിളിക്കുമ്പോൾ എനിക്ക് ഇറങ്ങി വന്ന് ഇത് ചുട്ടിട്ട് പിന്നെ കഴിച്ച്, ആ ചുട്ടിട്ടെന്ന് പറഞ്ഞപ്പോൾ ഏതാണ്ട് രൂപം പിടിയിട്ടല്ലേ. പിന്നെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് നേരത്തെ കിടക്കണം. ശനിയാഴ്ച ദിവസം, ഞായറാഴ്ച പള്ളിയിൽ പോകണ്ടല്ലേ. ഞാൻ പോയിട്ട് കുറേ ആയി. ഞാനിങ്ങനെ ആരണം പോവും, അക്ഷരം പോവും. എന്നാന്നൊന്നും ആരും ചോദിക്കണ്ട. പിന്നെ വേറെ അപ്പോൾ ആ സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. എന്നതാണെന്നറിയാമോ? ഗോതമ്പ് പൊടിയും തേങ്ങായും ഉപ്പുനീരും മാത്രം. എന്നാ സാധനം ഒന്ന് പിടി കിട്ടിയോ? കല്ലെ പരത്തി ഉണ്ടാക്കുക ഗോതമ്പടാ. സൂപ്പർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ ആയി ഉണ്ടാക്കിയിട്ട്. ഹസ്ബൻഡ് അവധിക്ക് പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അവരവിടെ പിന്നെ റൂമിൽ കൂട്ടുകാരെല്ലാം കൂടെ വെള്ളിയാഴ്ച ദിവസം എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിക്കുവേ. വെള്ളിയാഴ്ച അവധിയല്ലേ, ചർച്ചിലൊക്കെ പോയിട്ട് വന്നിട്ട് അവർ ഫ്രീ ആകുമ്പോൾ ഉണ്ടാക്കി കഴിക്കും. മീൻ കറി വെക്കുവോ, അറിയാമല്ലോ, സാമ്പാറോ എന്തെങ്കിലും കറികൾ, പച്ചക്കറികൾ എന്തെങ്കിലും വെക്കുവോ, ചിക്കൻ വെക്കുവോ, എന്തെങ്കിലും മീൻ പീരയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് അവർ അങ്ങനെ പാചകമൊക്കെ ചെയ്യും. പക്ഷെ ചിലപ്പോൾ അവർ വിശക്കുമ്പോൾ വൈകിട്ടില്ലേ ഈ ഗോതമ്പട ഉണ്ടാക്കും. എന്നിട്ട് പഴം മേടിക്കും. അവിടെ ഈ മഞ്ഞ കളറിൽ ഇങ്ങനെ നീളമുള്ള പഴമാണ്. അപ്പോൾ അത് കൂടെ കൂട്ടി ഗോതമ്പട കഴിക്കുക. എനിക്ക് അതിശയമാണ് പഴത്തിൻ്റെ കൂടെ ഗോതമ്പട കഴിക്കുന്നതെന്ന്. പണ്ട് ഈ മനുഷ്യനെ നമ്മളിവിടെ ഉപ്പുമാവ്, ഗോതമ്പട, ഗോതമ്പ് ദോശ, പുട്ട് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പുള്ളി പിന്നെ വിശപ്പില്ല, നെഞ്ചെരിയുമെന്നൊക്കെ പറഞ്ഞവർ ഒന്ന് തൊട്ട് വെച്ചിട്ടില്ലേ പോവേ. എന്നിട്ട് പോകുന്ന വഴിക്ക് മസാല ദോശ, പിന്നെ പൊറോട്ടായും ബീഫ് കറി, പൊറോട്ടായും മട്ടൻ കറി, പൊറോട്ടായും തേങ്ങ അരച്ച മീൻ കറി, നമ്മുടെ കള്ള ഇതാ സ്ഥിരം കഴിക്കുന്നു. അങ്ങനെ കഴിച്ച് തടിമാടനായി. ഇപ്പം അയക്കാലോ ഒതുക്കമുണ്ട്, ഭയങ്കര തടിയായി. അത് കാരണം ഇപ്പം ഭയങ്കര ഒതുക്കമാണ്. എല്ലാം വന്നു പോയെങ്കിലോ എന്ന് വെച്ചിപ്പോൾ ഒതുക്കം. ഞാനും പേടിപ്പിക്കും. അത് പോയിട്ട് പണ്ടിങ്ങനെ ഉപ്പുമാവും ഭയങ്കര മഴ, അതാ ഒച്ചത്തിൽ പറയുന്നു. ഉപ്പുമാവും ഗോതമ്പടയൊക്കെ പുച്ഛമുള്ള ആളില്ലേ, ഇപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇതെല്ലാം കഴിക്കും. ഞാൻ ഓർക്കുവാണ്, നേരത്തെ കുടിക്കുന്നു. അടുക്കളയിൽ ഫാനില്ലല്ലോ, ഭയങ്കര മഴ, ഒരു രക്ഷയില്ല. 24 മണിക്കൂറും മഴ. ഇന്ന് പകലും മുഴുവൻ മൂടി നിൽക്കുമായിരുന്നേ. മൂടി നിന്നിട്ട് ഇന്ന് പകലും മുഴുവൻ മൂടി നിൽക്കുമായിരുന്നു. മൂടി നിന്നിട്ട് വെയിലും ഉണ്ടായിരുന്നു. വലിയ വെയിലല്ല, എന്നാലും സാമാന്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു.
എന്നാലും ഞാൻ തുണി പുറത്ത് വിരിച്ചിട്ടില്ല. ഞാൻ കണ്ടില്ല, ഇപ്പം കണ്ടില്ല വിരിച്ചിരുന്നെങ്കിലോ. അത് കാരണം ഞാൻ ചാർത്തിലൊക്കെ എല്ലാം വിരിച്ചു. കുറച്ചെടുത്ത് പായയിൽ ഫാനിട്ട് അകത്ത് ആഷറിൻ്റെ മുറി വലിയ ചായ്പാണ്, അതിനകത്ത് താഴോട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യം. അപ്പോൾ ഞാൻ ഈ പിന്നെ അടയൊന്നുണ്ടാക്കി കുഴച്ച് വെച്ചിട്ട് എനിക്കാണ്, പക്ഷേ കുഴച്ച് വെച്ച് എൻ്റെ നിയന്ത്രണം വിടും. എനിക്ക് അട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കഴിക്കാൻ തോന്നുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. ഞാനിത് കുഴച്ച് വെച്ചിട്ട് പോവുക. അപ്പം ഞാൻ കുഴച്ച് വെക്കുന്ന കാണിക്കാവേ. അപ്പോൾ ഇന്ന് ഇതേ ഉള്ളൂ വീഡിയോ കേട്ടോ. പക്ഷേ ആരും എന്നോട് പിണക്കമൊന്നും വിചാരിക്കാതെ എന്നെ സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. എല്ലാവരും വീഡിയോ ഫുള്ള് കാണണേ. എൻ്റെ വീഡിയോ ഒരു ദിവസം പോലും കാണാതിരിക്കല്ലേ, ഞാൻ പാവം വെച്ചല്ലേ. അപ്പോൾ എന്നിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഇഷ്ടമുള്ള വീഡിയോസൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യണേ, ഷോർട്ട്സെങ്കിലും. എന്നിട്ടൊന്ന് പരിചയപ്പെടുത്തണം. ഇങ്ങനെ ഒരു പുതിയ ചാനലുണ്ട്. പുതിയതെല്ലാം 3 വർഷമായി, ഇതുവരെ രക്ഷപ്പെട്ടില്ല. രക്ഷപ്പെടാനായിട്ടൊക്കെ പോകാറാവുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ സപ്പോർട്ട് എന്ന് തോന്നിയത്, നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഏതാണ്ട് പിടിച്ചിരിക്കുന്നതല്ലേ തോന്നിയത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ ഞാൻ രക്ഷപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആരും ഫുൾ വീഡിയോ കാണാതിരിക്കല്ലേ കേട്ടോ. ഇനി ഞാൻ മടുപ്പിക്കാതെ ചെറിയ വീഡിയോ ഒക്കെ ഇട്ടോളാം. ഒരു കൂടി വന്നാൽ ഒരു 15 മിനിറ്റ്, അതിൽ കൂടുതൽ ഇടത്തില്ല. ഇതിപ്പോൾ എത്രയാണെന്ന് അറിയത്തില്ല. ഇതിപ്പോൾ ഇച്ചിരി വാചകമായിപ്പോയെ കാര്യങ്ങൾ പറഞ്ഞു വന്നതാണ്. ഇനി ഞാൻ അങ്ങനെ ഒത്തിരി നീട്ടുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഇനി ഗോതമ്പട ചുടന്നൊന്നും കാണിക്കണ്ടല്ലോ, നോക്കട്ടെ, അത് ഷോർട്സ് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ആക്കുവാണ്. അപ്പോൾ നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലസ് യുവർ ചക്കരയുമ്മ.